വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പേരെടുത്ത് വിളിക്കപ്പെടുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ദാനിയേൽ 6:20 അപ്പോൾ രാജാവ് ദാനിയേലിനോട് ചോദിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവത്തിന് സിംഹങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ കഴിഞ്ഞോ? കർത്താവ് നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നവനാണ്. നമ്മൾ ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ, നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ മുൻകൂട്ടി അറിഞ്ഞു, സ്വയം തെരഞ്ഞെടുത്തു. അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ അസ്തിത്വവും ദിവ്യ സന്തോഷവും ഭയവും കൊണ്ട് നിറയുന്നു. ദാനിയേലിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് അർത്ഥവത്തായ ഒരു പേര് നൽകി. ദാനിയേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപൻ എന്നാണ്. ദാനിയേൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോഴെല്ലാം ഒരു വിശുദ്ധ ഭക്തി അവനിൽ ഉയർന്നു വന്നിരിക്കണം. എന്റെ ജീവിതത്തെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, അതിനാൽ ഞാൻ ദൈവഭയത്തിൽ ജീവിക്കണം എന്ന ചിന്ത തീർച്ചയായും അവന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയിരിക്കണം. എന്നിരുന്നാലും ദാനിയേലിനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ അദ്ദേഹത്തിന് ബെൽഷസർ എന്ന് പേര് നൽകി. ഇത് ദാനിയേൽ 1:7 കാണപ്പെടുന്നു. അതായത് ബാൽ എന്നെ സംരക്ഷിക്കുന്നു. എന്നിരുന്നാലും ആ പേര് നീണ്ടു നിന്നില്ല. ദാനിയേൽ തന്റെ യഥാർത്ഥ നാമത്തിന് അനുസൃതമായി ജീവിച്ചു. കർത്താവ് മാത്രമാണ് എന്റെ ന്യായാധിപതി എന്ന പൂർണ്ണ ബോധ്യത്തോടെ അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപാകെ കുറ്റമറ്റവനായി ജീവിച്ചു. ആ നാമം നിരന്തരം അവനിൽ വിശുദ്ധി ഉളവാക്കി. ദര്യവേഷ് രാജാവ് വേദനയോട് വിളിച്ചു പറഞ്ഞതായി തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. ദാനിയേലെ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനെ. ഒരു രാജാവ് ദാനിയേലിനെ ജീവനുള്ള ദൈവത്തിന്റെ ദാസൻ എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന സന്തോഷം സങ്കല്പിച്ചു നോക്കൂ. ആളുകൾ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാണെന്ന് അവരും തിരിച്ചറിയണം. നിങ്ങൾ ദൈവത്തെ നിരന്തരം ആരാധിക്കുന്നുവെന്ന് അവർ അറിയണം. ആളുകൾ നിങ്ങളുടെ പേരുകൾ വെറുതെ വിളിക്കാതെ നിങ്ങളെ ഒരു ദൈവപുരുഷനോ ദൈവസ്ത്രീയോ ആയി തിരിച്ചറിയുകയാണെങ്കിൽ അതെത്ര മഹത്വകരമായിരിക്കും. കർത്താവ് തന്നെ ദാനിയേലിനെ അഭിസംബോധന ചെയ്ത രീതി നോക്കുമ്പോൾ നമുക്ക് ഈ മനോഹരമായ വാക്കുകൾ കാണാം. ഓ ദാനിയേൽ, ഏറ്റവും പ്രിയ പുരുഷ. ഇത് ദാനിയേൽ 10:11 വീണ്ടും ഓ പ്രിയ പുരുഷ എന്ന് ദാനിയേൽ 10:19 ഒരിക്കൽ കൂടി നീ വളരെ പ്രിയ പുരുഷ എന്ന് ദാനിയേൽ 9:23 കാണുന്നു. ഓ, എത്ര മഹത്വമുള്ള ഒരു വിളിയാണിത്. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ സ്നേഹപൂർവ്വം എന്റെ പ്രിയേ എന്ന് വിളിച്ചാൽ എത്ര മധുരമായിരിക്കുമെന്നൊന്ന് നിർത്തി ചിന്തിക്കൂ. ആ പേരിൽ അവൻ നിങ്ങളെ വിളിക്കേണ്ടതിന് അവന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമോ? അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം സങ്കീർത്തനം 90:17 നമ്മുടെ ദൈവമായ യഹോവയുടെ സൗന്ദര്യം നമ്മുടെ മേലിരിക്കട്ടെ. നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ നമുക്ക് സ്ഥിരപ്പെടുത്തണമേ. അതെ, നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സ്ഥിരപ്പെടുത്തണമേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 9, 10, 11 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 5-1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.